ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ബോൾ ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കിലോയോളം ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിന്നും അതുപോലെ ഇതിൻ്റെ അകത്തുള്ള പൾപ്പും കൂടെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇപ്പം ഞാൻ മുന്തിരിയുടെ സ്കിന്നും അതുപോലെ അതിൻ്റെ അകത്തുള്ള പൾപ്പും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുന്തിരിയുടെ തൊലി ഉണ്ടല്ലോ, അതൊന്ന് നല്ല പോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനായിട്ടിപ്പോൾ ഞാൻ മുന്തിരിയുടെ തൊലി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മുന്തിരിയുടെ തൊലിൻ്റെ കളറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അതുവരേക്കും ഒന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടു, ഞാൻ ഇതിനൊരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുത്തതാണ്. നമ്മുടെ ഈ വെള്ളത്തിലേക്ക് മുന്തിരിയുടെ കളറൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. നല്ല പർപ്പിൾ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. അതൊന്ന് ചൂട് പോയി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ മുന്തിരിയുടെ അകത്തുള്ള കുരുവൊക്കെ ഒന്ന് പുറത്തെടുക്കണം. ഇതിനായിട്ടിപ്പോൾ ഞാൻ ഈ മുന്തിരിയെ ഒരു ബോട്ടിലാക്കുകയാണ്. ബോട്ടിലിൻ്റെ പകുതിയോളം മാത്രമേ ഈ മുന്തിരി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇത് ഷെയ്ക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇത് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പകുതി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വലിയ ബോട്ടിൽ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിൻ്റെ പകുതിയോളം മാത്രമേ ഈ ബോൾസ് നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിത് പകുതി ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല പോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മുന്തിരിയുടെ അകത്തുനിന്ന് കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിനെ നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, മുന്തിരിയുടെ കുരു സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് അതിനെ അങ്ങ് പെറുക്കിയെടുത്ത് കളയണം. ഇപ്പം ഞാൻ കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയതായിട്ട് 1-2 ബോൾസിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതിനെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ടിപ്പോൾ നമ്മൾ നേരത്തെ ചൂട് പോവാനായി വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ, അതങ്ങ് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. മുന്തിരിയുടെ തൊലിയും അതുപോലെ ജ്യൂസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇപ്പം ഞാനിതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയുടെ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ആവശ്യമെങ്കിൽ തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോൾ ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.